ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി നേരിടുന്ന വലിയ തോൽവിയാണ്. അതായത് വീണ്ടും പറയുന്നു, കേജ്രിവാൾ എന്ന് പറഞ്ഞ ബോധമില്ലാത്ത, ഇന്ത്യയെ നശിപ്പിക്കുന്ന, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നശിപ്പിക്കുന്ന ആ പൊളിറ്റിക്കൽ ലീഡർ അടുത്ത ചെയ്യാൻ പോകുന്ന പരിപാടി കേട്ടോണം. ഒന്നില്ലെങ്കിൽ EVM കുറ്റം പറയും. EVM ആണ് തോൽപ്പിച്ചത്. ആ EVM ആണ് ഇയാളെ ജയിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ സെയിം EVM ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത് പറയാൻ പോകുന്ന മാഫിയകൾ, അതായത് അവരെ വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. ഡൽഹിയിലെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു. ഇവർ വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെന്ന് പറയുന്ന സംഭവം നിങ്ങൾക്കറിയാം എന്തോ കാര്യമെന്ന്. ഈ ബംഗ്ലാദേശിൽ നിന്ന് ഒത്തിരി ഫേക്ക് ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചിട്ട് അവരെ വോട്ട് ചെയ്യാൻ ശ്രമം നടത്തി. അതിനെ അവിടുത്തെ BJP, അവിടുത്തെ പോലീസ്, ഇലക്ഷൻ കമ്മീഷൻ എതിർത്തു. ഇതാണ് ഇയാൾ പറയുന്നത് അവരെ അടിച്ചു ഓടിച്ചു. അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെ അവിടുത്തെ വോട്ടർമാരില്ല, ബംഗ്ലാദേശികളാണ്. അപ്പോൾ അത്ര കപടതയുള്ള മനുഷ്യനാണ്. അപ്പോൾ അതോടുകൂടി വീണ്ടും മോദിക്കെതിരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അയാൾ തയ്യാറെടുക്കുകയാണ്. നിങ്ങൾ കാരണം കണ്ടോടെ വരാനുള്ള ദിവസങ്ങളിൽ ഇയാൾ എന്താണ് പറയുന്നത്? ഒന്നില്ലെങ്കിൽ EVM പറ്റി പറയും, അല്ല ഉദ്യോഗസ്ഥന്മാർ EVM ചേർത്ത് അയാൾ തോൽപ്പിച്ചു എന്ന് പറയും. രണ്ടാമത് പറയാൻ പോകുന്നത് അവരുടെ പാർട്ടിക്കാർക്ക്, ഇയാളോട് വോട്ട് ചെയ്യേണ്ടവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി അവിടെ BJP, അവിടുത്തെ പോലീസും സമ്മതിച്ചില്ല. ഇത് കണ്ടോണം, ഇതാണ് ഇയാളുടെ വൃത്തികെട്ട ഗെയിം. ഒരിക്കലും ഇയാൾ സത്യം അക്സെപ്റ്റ് ചെയ്യാത്ത മനുഷ്യനാണ്. റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതാണ് ഇയാളുടെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് അയാൾ ഇന്ത്യക്ക് പറ്റിയൊരു രാഷ്ട്രീയക്കാരനെ അല്ല എന്ന് പറയുന്നത്. പിന്നെ കപട മതേതരത്വം, കപട ഹിന്ദുത്വം, ഇതാണ് മറ്റൊരു സംഭവം. ഇതിനൊക്കെ ഇയാൾ അഗ്രഗണ്യനാണ്. ഞാനീ പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത മൂടുപടം വെച്ച ഒരു സാമൂഹ്യ ദ്രോഹിയാണ് കേജ്രിവാൾ. കാരണം എല്ലാ രാഷ്ട്രീയക്കാർക്കും, ഒരു മനുഷ്യനെല്ലാം നന്മകളുണ്ട്. ഇയാൾക്ക് നന്മയെന്ന് പറയുന്ന സാധനമില്ല. ഇയാൾ ഒരു NGOയിൽ കൂടെ, ഒരു ഇന്ത്യൻ സിവിൽ സർവീസിൽ കൂടെ IRS ഓഫീസർ, IIT പഠിച്ചിട്ട് അതിൻ്റെ ബലത്തിൽ വെച്ച് അതിൻ്റെ റിസൈൻ RTA ആക്ടിവിസ്റ്റായി അങ്ങനെ ആളായി വന്ന് ഈ പറയുന്ന ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ മൂവ്മെൻറ്റ് അന്നത്തെ ഒരു സാഹചര്യത്തിലുണ്ടായി കയറി വന്നു. ഇതാണ് സംഭവം. ഇനി ഞാൻ പറയട്ടെ, മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് അതല്ല. നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ ടൈം 3.0, നിങ്ങൾക്കറിയാം ഈ പറയുന്ന പോലെ 300 മാർക്ക് കിട്ടിയില്ല, ആ ടാലി കിട്ടിയില്ല. അതിനുശേഷം ചില കൂട്ടുമന്ത്രിസഭയിലാണ് അധികാരത്തിൽ വന്നത്. അത് മറ്റുള്ള കക്ഷികളും കൂടെ സപ്പോർട്ട് ചെയ്യും. ഇനി അതിനുശേഷം ഇന്ത്യയിലുണ്ടായിട്ടുള്ള എലക്ഷൻ നോക്കുക. അതായത് ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റുകൾ, ഹരിയാന ഉൾപ്പെടെ, മഹാരാഷ്ട്ര ഉൾപ്പെടെ പല സ്റ്റേറ്റുകളിലും എലക്ഷൻ നടന്നപ്പോൾ ഇന്ത്യക്കാർക്ക് ബോധ്യമായി, മോദിയും BJP ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ തോറ്റാൽ അത് അടികിട്ടുന്ന ഇന്ത്യക്കാർക്കാണ്, BJPക്കും മോദിക്കും അല്ല. അതാണ് അതിൻ്റെ ക്ലാസ് ആയിട്ടുള്ള സംഭവം. അത് ഇന്ത്യക്കാരുടെ തോൽവിയാണ്, മോദിക്കും BJPയുടെ തോൽവിയല്ല. അത് മനസ്സിലാക്കിയാണ് പിന്നീട് നടന്ന ഓരോ സ്റ്റേറ്റുകളിലും BJPയും മോദിയും ശക്തമായ രീതിയിൽ അധികാരത്തിലോട്ട് വരുന്നത്. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. എന്താണ് ചോദിക്കാം, ഡൽഹി എങ്ങനെയാണ് മാറിയത്? ഡൽഹിക്ക് അതൊരു പ്രശ്നമുണ്ട്. കാരണം മോദി വീക്കായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഡൽഹി BJPയുടെ മോദിയുടെ കൂടെ നിൽക്കും. കാരണം ഡൽഹിക്കാർക്കറിയാം, കാരണം അവർ ഗ്ലോബൽ പൊളിറ്റിക്സും ജിയോ പൊളിറ്റിക്സും ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് നേരിട്ട് കാണുന്നവരാണ് ഡൽഹിയായിട്ട്. അതാണ് മഹാരാഷ്ട്രയിലും ബോംബെയിലും ഉണ്ടായത്, അതാണ് ഹരിയാനയിലുണ്ടായത്. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. റീസൺ അതായത് മോദി എന്ന് പറഞ്ഞ് മൂന്നാം പ്രാവശ്യം അധികാരത്തിൽ വരുന്ന മോദി ഗവൺമെൻറ്റും നരേന്ദ്രമോദിയും ഈ ഡൽഹി ഇലക്ഷനോടുകൂടി ഇവിടെ ഒരു പ്രതിപക്ഷം എന്ന് പറഞ്ഞ സാധനമില്ലാതായി. ഇപ്പം രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനവും കണ്ടു കഴിഞ്ഞ ഒരു വർഷമായിട്ട് എന്താണ് നടക്കുന്നത്. ഏത് രീതിയിലാണ് അയാൾ പാർലമെൻറ്റിൽ പ്രസംഗിക്കുന്നത്? എല്ലാം ഇന്ത്യക്കെതിരെയാണ് പ്രസംഗിക്കുന്നത്. ഇന്ത്യക്ക് എവിടൊക്കെ സാഹചര്യം കിട്ടുന്നു, വിദേശത്ത് സാഹചര്യം കിട്ടുന്നു, പാർലമെൻറ്റിൽ സാഹചര്യം കിട്ടുന്നു, പൂർണ്ണമായിട്ട് ഇന്ത്യക്കെതിരെ പറയുന്നു. ഇവിടെയാണ് പ്രധാനപ്പെട്ട എന്നെ കാണുന്ന, ഈ വീഡിയോ കാണുന്ന വ്യൂവേഴ്സ് മനസ്സിലാക്കേണ്ടത്. ഈ കേരളത്തിലെ സുഡാപ്പികളും ചില കമ്മ്യൂണിസ്റ്റ് റാഡിക്കൽസിനെ പോലൊന്നും അല്ല ബേസിക്കലി ഇന്ത്യക്കാർ ഭയങ്കര പാട്രിയോട്ടിക്കാണ്. അവർ ഇന്ത്യക്ക് ക്ഷീണം വരുന്ന ഏതെങ്കിലും സംഭവം ഉണ്ടായാൽ അതിലവർ രാഷ്ട്രീയം കാണത്തില്ല. ആരാണ് ഇന്ത്യ നയിക്കുന്ന അവരുടെ കൂടെ നിൽക്കും. അത് ഇന്ത്യ പലപ്പോഴും തെളിയിച്ചിട്ടുള്ളതാണ്. ഭയങ്കര പാട്രിയോട്ടിക്കാണ് ഇന്ത്യൻസ്. അതുകൊണ്ടാണ് ഞാൻ വിദേശത്തൊക്കെ പോകുമ്പോൾ
ഈ മോദിയോടുള്ള താല്പര്യം പാട്രിയോട്ടിക് ഇന്ത്യയിലെ. കാരണം ഇന്ത്യ വിട്ടുള്ളൊരു കളി അവർക്കില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഡൽഹിയേറ്റ്സ് അതിന് വളരെ മുമ്പേ. കാരണം ഡൽഹിയിലാണ് ഈ പറയുന്ന പവർ സ്ട്രഗിളും പ്രശ്നവും, ഇപ്പോൾ ഡിവിഷൻ, ഇന്ത്യ വിഭജനം ഉണ്ടായപ്പോഴും കലാപവും ഈ ബോംബ് സ്ഫോടനമൊക്കെ നടക്കുന്ന സ്റ്റേറ്റാണ് ഡൽഹി. കാരണം മോദി അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ അവർക്കറിയാം ഇവിടെ ബോംബ് സ്ഫോടനം നടന്നിട്ടില്ല. കാരണം ഇവിടെ പൂർണ്ണമായിട്ട് അവിടെ സുരക്ഷിതമാണെന്ന് പിടികിട്ടി. ഇതൊക്കെ ഇത് മാറ്റർ ചെയ്യും. അത് ഇന്ത്യയിലെ പല സിറ്റികളിലും അർബൻ ഇന്ത്യയിലും റൂറൽ ഇന്ത്യയിലും ആൾക്കാർ മാറ്റർ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് പറയുന്നത് BJP എന്ന് പറയുന്നത്, മോദി എന്ന് പറയുന്നത് ഇന്ത്യയിൽ അതിശക്തമായിട്ട് പോകും. രാഹുൽ ഗാന്ധി കോൺഗ്രസ്സിന് 100 സീറ്റ് കിട്ടിയിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വോട്ടിങ് നടക്കുവാണെങ്കിൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അവർക്ക് 30-40 സീറ്റിൽ കൂടുതൽ കിട്ടത്തില്ല. ബേസിക്കലി ഒരു മൂന്നാം മോദി മന്ത്രിസഭ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പോപ്പുലാരിറ്റി കുറയണം നോർമലായിട്ട്. പക്ഷേ ഇപ്പോഴുണ്ടാകുന്ന സ്ഥിതി, കാരണം അതിന് പറ്റിയൊരു ഒന്നിനും പോലെ ഒരു മൊണ്ണ നേതാവാണ് രാഹുൽ ഗാന്ധി. അത് കോൺഗ്രസ് നേതാക്കൾക്കും തിരിച്ചറിഞ്ഞു തുടങ്ങി. വോട്ടേഴ്സ് ആണല്ലോ മാറ്റർ ചെയ്തത്. അതാണല്ലോ ജനാധിപത്യം. അവർക്ക് ബോധം വെച്ചു ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇതിന് നടക്കത്തില്ല. ഇന്ത്യയിലൊരു പ്രതിപക്ഷമില്ലാതായി. വീണ്ടും ഡൽഹി ഇലക്ഷൻ്റെ ഏറ്റവും വലിയ കാര്യമായ നിർവചനം അതാണ്. എന്തുകൊണ്ടാണ് ഡൽഹി ആം ആദ്മി പാർട്ടിയെ പുറത്താക്കി BJP വരുന്നു, മഹാരാഷ്ട്രയിൽ BJP സഖ്യം വരുന്നു, നല്ല ഭൂരിപക്ഷത്തോട് വരുന്നു, ഹരിയാനയിൽ കോൺഗ്രസ് ജയിക്കും, അവിടെയും BJP വരുന്നു. ഇപ്പം എന്താണ് മെസ്സേജ് കൊടുക്കുന്നത്? അതായത് ഇന്ത്യക്കാർക്ക്, അതായത് നോർത്ത് ഇന്ത്യക്കാർക്കും വെസ്റ്റേൺ ഇന്ത്യക്കാർക്കും ഡൽഹിയേറ്റ്സിനും അവർക്ക് ബോധമുണ്ട്, അവർക്ക് ബോധ്യം വന്നു എവിടെയാണ് മോദിയും എവിടെയാണ് BJP, എവിടെയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ. കാരണം പ്രതിപക്ഷ പാർട്ടികൾ ഒരു കച്ചവടത്തിന് വേണ്ടി രൂപീകരിച്ച സാധനമാണ്. അവർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം മുന്നോട്ട് പോകാനുള്ള താല്പര്യം കുറവാണ്. അവർക്ക് അവരുടെ കാര്യം, അവരുടെ കൂടെ നിൽക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇൻഡിവിജ്വൽ പ്രേമവും ഒരു കുടുംബവുമാണ്. ആ കുടുംബവാഴ്ചയ്ക്കെതിരെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ 3ാമത്തെ പ്രാവശ്യം മോദിയെ അധികാരത്തിൽ കയറ്റിയതും. അവിടെ വീക്കായിരുന്ന സമയത്ത് പലയിടത്തും നടന്ന ഈ തെരഞ്ഞെടുപ്പുകൾ, അതായത് സ്റ്റേറ്റുകളുടെ തിരഞ്ഞെടുപ്പിൽ BJPക്ക് ലീഡേഴ്സ് ഇല്ലാത്തൊരു സ്റ്റേറ്റാണ് ഡൽഹിയിൽ. എന്നിട്ട് ഒരു BJP അംഗീകരിച്ചത് മുന്നോട്ട് നയിച്ചതിന് കാരണം മോദിയും BJP ഉള്ളതുകൊണ്ടാണ്. അതാണ് എൻ്റെ റിയാലിറ്റി. ഞാൻ ഡൽഹിക്കാരൻ, എനിക്കറിയാം. കാരണം അവർക്കൊരു കേജ്രിവാളിനെ പോലെ ഒരു കരിസ്മാറ്റിക് ആയിട്ട്, അതേപോലെ അവർ 1-2 ലീഡേഴ്സിനെ എടുക്കുക. മനീഷ് സിസോദിയ, ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ, ആരെ എടുക്കുക? അതിൻ്റെ തക്കതായിട്ട് ഈ പരുവത്തിന് നിൽക്കുന്ന നേതാക്കന്മാർ പോലും BJPക്ക് ഇല്ല. പിന്നെന്താണ് ഡൽഹിക്കാർ അധികാരത്തിലെടുത്ത BJP തിരഞ്ഞെടുത്തത്? കാരണം അവർക്ക് മോദിയെ പൂർണ്ണമായിട്ടും വിശ്വാസമാണ്. കാരണം മോദി ഇന്ത്യയെ നയിക്കുവാണ് പൂർണ്ണമായിട്ടും. അതിന് സപ്പോർട്ട് കൊടുത്തേ മതിയാകത്തുള്ളൂ. അതിന് കേജ്രിവാൾ തടസ്സമാണ്, മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികൾ തടസ്സമാണ്, കോൺഗ്രസ് തടസ്സമാണ്. ഇതാണ് നമ്മൾ ഈ കാണുന്ന യഥാർത്ഥ റിസൾട്ട്. അപ്പോൾ ആ മെസ്സേജ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെ കൃത്യമായി, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ, ഇന്നുള്ള പ്രതിപക്ഷ പാർട്ടികൾ 1% പോലും ഫലപ്രദമല്ല ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ, പല സ്റ്റേറ്റുകളും ഭരിക്കാൻ. ആ കൃത്യമായ സന്ദേശമാണ് ജനങ്ങൾ ജനാധിപത്യ രീതിയിൽ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത്.